എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സേ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ +2 സേ എക്സാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ +2വിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങളുടെ റിസൾട്ടിൽ ഏതെങ്കിലും വിഷയങ്ങൾ മാർക്ക് കുറഞ്ഞു പോയി, അതായത് മിനിമം മാർക്ക് നേടിയെടുക്കാൻ കഴിയാതെ വന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, അതായത് നമ്മൾ തോറ്റുപോയി എന്ന് പറയും. അപ്പോൾ ആ തോറ്റ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 27 അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെയും സേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവിടെ ആലോചനയ്ക്കൊന്നും ഒരു സമയവും നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങൾ വേഗം പോയി അപ്ലൈ ചെയ്യണം. കൃത്യസമയത്ത് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈൻ അടച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സേ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിന് എത്രയാണ് ഫീസ് വരുന്നത്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ മുൻപ് ഒരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നെടുത്ത് കാണണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ സേ പരീക്ഷ എളുപ്പത്തിൽ അടിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാകും, സേ പരീക്ഷ ഇനി ഒരു മാസം കഷ്ടിച്ച് നമുക്ക് പഠിക്കാൻ സമയം കിട്ടുള്ളൂ. ആ കുറഞ്ഞ സമയം കൊണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക? ഒരു ബുക്ക് മുഴുവനായിട്ട് പഠിക്കാനുണ്ടാകും. ചില ആളുകൾക്ക് ഒന്നിലധികം സബ്ജക്റ്റുകൾ എഴുതുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ എങ്ങനെയാണ് സാധിക്കുക? അത് തലവേദന പിടിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് അത് പാസ്സായേ മതിയാവൂ. അതിന് നമ്മൾ ചില കുറുക്കുവഴികളൊക്കെ പ്രയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുറുക്കു വഴികൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ അതുപോലെ ഞാനും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക, സേ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യരുത്, സമയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അത് നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടും സമയം കാത്തു നിൽക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ സമയത്തെ നമ്മൾ പിടിച്ചു കെട്ടണം. എന്ന് വെച്ചാൽ കിട്ടുന്ന സമയം മുഴുവനായിട്ട് നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? പുതുതായിട്ട് നിങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നത് ആ മെറ്റീരിയൽ എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ മെറ്റീരിയലിനെ നമ്മൾ എങ്ങനെ പഠിക്കും, ഈ പഠനം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ടാകും. ഇത് എവിടെ നിന്നാണ് ഇനി ചോദ്യം വരിക? ഇത് 1ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കണോ, അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് മുഴുവൻ പഠിക്കണോ? ഇതെല്ലാം പഠിച്ചു തീർക്കാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുമോ? ഇതെല്ലാം സാധിക്കുന്ന കാര്യമല്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്കത് സാധിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ തോറ്റത് ആ വിഷയത്തിൻ്റെ നോട്ട്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് നിങ്ങൾ എന്താണോ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ മെറ്റീരിയൽ കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ 2025 മാർച്ചിൽ എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 2025 ഫെബ്രുവരിയിൽ നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടായിരുന്നു സ്കൂളിൽ. ഓക്കെ, ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിൽ ഉണ്ടാവണം. ഇനി ഈ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ സ്കോൾ കേരളയിൽ ഓപ്പൺ സ്കൂളിൽ പഠിച്ച് തോറ്റിട്ടുള്ള കുട്ടികൾക്കൊന്നും മോഡൽ എക്സാം നടത്തൂല. ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അത്തരം കുട്ടികൾ എന്ത് ചെയ്യണം, അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ അവരുടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യാം. ഇനി അത് കളക്ട് ചെയ്യാൻ വേണ്ടി കിലോമീറ്ററുകളോളം നിങ്ങൾ
പിന്നെ പണം മുടക്കിയിട്ട് ബസ്സിനോ അല്ലെങ്കിൽ വണ്ടിക്കോ പോയിട്ട് അവിടെ പോയി സൽക്കാരവും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്ന ഒരു ലെവലിൽ പോവരുത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇപ്പോൾ പെരുമാറാൻ. ഓക്കെ, അപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, PDF കിട്ടും. ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 മാർച്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, പരീക്ഷയുടെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, കഴിയുമെങ്കിൽ ആ സമയത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര മതി. ഞാനിപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 പോരാ, തൽക്കാലം അത് മതി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മുഴുവനായിട്ടും പഠിക്കണം. അവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ 1 വേർഡ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. 4 ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് 10 വീതം അല്ലെങ്കിൽ 12 വീതം എന്തുണ്ടാവും? 1 വേർഡ് ഉണ്ടാവും. ആ 1 വേർഡ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അതായത് ചോദ്യം ഇതാണ്, അതിന്റെ ആൻസർ ഇതാണ്, ചോദ്യം ഇതാണ്, ആൻസർ ഇതാണ്. 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി ആൻസർ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഈ ചോദ്യം നേരെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, എല്ലാത്തിനും വഴികളുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക്, ഇത്തരം മാർക്കുകളുടെ ചോദ്യങ്ങൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടെത്തിയിട്ട്, അതായത് ഒരു ചോദ്യം വായിക്കും, ആ ചോദ്യം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിൽ ഉള്ളതാണ് എന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ കത്തണം. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിൽ എവിടെയാണെന്നുള്ളത് അത് ടിക്ക് ചെയ്ത് വെക്കുക. കുറച്ച് പണികളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാർക്കിന്റെയും. ഓക്കെ, അപ്പൊ ഈ 2 വർഷത്തെ 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇനി ഇതിന്റെ ബാക്കിലോട്ടും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വളരെ ഉപകാരപ്പെടുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അത് മാത്രം അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോ ചാപ്റ്ററും മുഴുവനായിട്ടും വായിച്ച് പഠിച്ചുണ്ടാക്കി വരുമ്പോഴേക്കിന് നമുക്ക് സമയം കിട്ടൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അത് ഏത് ചാപ്റ്ററിലാണെന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കുക. ആ ചോദ്യവും ഉത്തരവും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. ഇംഗ്ലീഷിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ, അതായത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ഏത് കോമ്പിനേഷൻ, ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞൊരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇങ്ങനെ അല്ലാതെ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, പിടിച്ചെടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? പിന്നെ സേ പരീക്ഷ എളുപ്പമാകുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എളുപ്പമാവില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. പബ്ലിക് എക്സാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നടത്തപ്പെടുന്നതാണ് സേ പരീക്ഷ. അല്ലാതെ കുട്ടികൾ കുറച്ചൊക്കെ തോറ്റിട്ടുണ്ടല്ലോ, അവരെങ്ങനെങ്കിലും ഒന്ന് ജയിപ്പിക്കണം എന്ന് ഗവൺമെന്റ് വിചാരിക്കൊന്നുമില്ല. ജയിക്കണം എന്ന് വിചാരിക്കേണ്ടത് നമ്മളാണ്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മളാണ്. നന്നായിട്ട് അധ്വാനിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ, അതാത് വിഷയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം കിട്ടും. നിങ്ങൾ +2 മാർച്ചിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഉന്നത വിജയം ഉണ്ടാവുകയുള്ളൂ. വെറുതെ അപ്ലിക്കേഷൻ കൊടുത്ത് ഓൾ ടിക്കറ്റ് വന്ന് പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഭീമമാവുമൊന്നുമില്ല, വലുതാവുമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രാവും പകലും പഠിച്ചോ. പുറത്ത് മഴയുണ്ട്, നല്ല സുഖകരമായിട്ടുള്ള ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്, പക്ഷെ ഉറങ്ങരുത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾ പുറത്തൊന്നും പോവാതെ മൊബൈൽ ഫോണിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗ്രൂപ്പുകളോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, എല്ലാവരോടും ഈ ഒരു മാസത്തേക്ക് ഒരു അകലം പാലിക്കുക. ഉറപ്പായിട്ടും ജയിക്കും, ഞാനാ പറയുന്നത്. ഓക്കെ, ഗ്യാരണ്ടിയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡൺ ആണല്ലോ. അപ്പൊ എല്ലാവരും പരീക്ഷ എഴുതിയിട്ട് പരീക്ഷയുടെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും, എനിക്ക് എത്ര മാർക്ക് കിട്ടും, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള എന്താ നിങ്ങളുടെ
അനുഭവം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ വിജയാശംസകൾ നേരുന്നു. നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല, അതായത് വിഷമിക്കേണ്ടതില്ല. ഒരു പേപ്പർ 1-2 പേപ്പറൊക്കെ മാർക്ക് കുറയുന്നത് സാധാരണ കാര്യമാണ്. ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ. പിന്നെ തുണ്ട് വെക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട, കോപ്പി ചെയ്യാനൊന്നും ആരും ശ്രമിക്കേണ്ട. അതൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ സമയം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. എസ് ഒക്കെ ഉറപ്പാണ് മക്കളെ, നിങ്ങൾക്ക് 2025 മാർച്ചിൽ ചോദിച്ചതും മോഡലിൽ ചോദിച്ചതുമായിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. എസ് ഒക്കെ അതുപോലെ റിപ്പീറ്റ് ചെയ്യും. 5 മാർക്കിനും 4 മാർക്കിനൊക്കെ അതേപോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് തന്നെ പഠിക്കുക, മാക്സിമം അത് തന്നെ പഠിക്കുക. ഓക്കെ, ഫുൾ ടൈം നിങ്ങൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. പുലർച്ചെയും രാത്രിയും ഒക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പുകൾ ഈ ഇൻസ്റ്റ ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഒക്കെ തൽക്കാലം മാറ്റി വെക്കുക. അതിൽ നിങ്ങൾ കയറുകയേ ചെയ്യരുത്. മെസ്സേജുകൾ വന്ന് നിറയട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, ഫ്രണ്ട്സിനോട് ഇവിടെ പറയുക. ഓക്കെ, തൽക്കാലത്തേക്കാണ്. ഓക്കെ, അത് അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവരോട് പോകാൻ പറയുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്, മറ്റാരും വന്ന് സഹായിക്കൂല. ഓക്കെ, അപ്പൊ നമ്മളെ സഹായിക്കുന്നതിന് പകരം ദ്രോഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ ദ്രോഹത്തിൽ നമ്മൾ നിന്ന് കൊടുക്കണ്ട. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് പഠിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ക്ലാസ്സുകൾ എക്കണോമിക്സ് ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് എക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. അതുപോലെ സോഷ്യോളജിയോ പൊളിറ്റിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് 100% ഉപകരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായകമാകും. ഷെയർ ചെയ്യാൻ മറക്കരുത്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പാരൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.